ഹലോ ഗൈസ് അഗൈൻ. മാസ്ക് വെച്ചോണ്ട് മനസ്സിലായില്ലേ? നെക്സ്റ്റ് നല്ല പൊടിയാണ്, അതുകൊണ്ടാണ് മാസ്ക് വെച്ചത്. കാരണം ഇവിടെ മൊത്തത്തിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, പാലത്തിന്റെ എല്ലാത്തിനും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, നല്ല പൊടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്യാപ്പും ഇതൊക്കെ വെച്ചിട്ട് ഇറങ്ങിയത്. ആക്ച്വലി ഞാൻ കുർളയാണ് ഞാൻ ഇപ്പം സ്റ്റേ ചെയ്യുന്നത്. കുർള എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മുംബൈയിൽ തന്നെ എയർപോർട്ടിനോട് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കുർള. അപ്പൊ ഇന്നത്തെ എന്റെ പ്ലാൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനും അതുപോലെ തന്നെ താജ് ഹോട്ടലൊക്കെ ഉള്ള ഏരിയയിലായിട്ടാണ്. അതിനുശേഷം ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ ഷാറുഖ് ഖാനെ കാണാനോടൊരു പ്ലാൻ ഉണ്ട്. മന്നത്തിൽ പോയിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഫ്രീ ആണെങ്കിൽ, എന്റെ ഇന്നത്തെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് അറിയില്ല, അതിനനുസരിച്ച് മാത്രം ഞാൻ ഷാറുഖ് ഖാനെ ഷാറുഖിനെ കാണാൻ പ്ലാൻ ഉണ്ട്. നോക്കിട്ടെ എങ്ങനെയാന്ന് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ പോയി കാണും. കണ്ട എന്തായാലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും, ഉറപ്പായിട്ടും കൊണ്ടുവരും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് കാണിച്ചിരിക്കും, ഉറപ്പായിട്ടും കാണിച്ചിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ ഭാര്യയിലായിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് മുംബൈയിൽ. സോ ഞാനങ്ങനെ അധികം ഫസ്റ്റ് അവിടെ പറയുന്ന പോലെ വന്ന് പറയാറില്ല, ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാറില്ല. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഓൺ വോയിസ് ആണ് ഞാൻ ഒരു ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ് എൻജോയ്. ബാക്കിയുള്ള വീഡിയോസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഇപ്പോൾ ഞാൻ ക്യാബിലാണ്, ഓൺ ദ വേ ടു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. സോ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം കാണിച്ചു തരാം. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. തൊട്ട് ബേക്കിലാണ് താജ് ഹോട്ടൽ കാണുന്നത്. കണ്ടോ, ഇതാണ് താജ് ഹോട്ടൽ. നമ്മുടെ പണ്ട് ബോംബ് സ്ഫോടനമൊക്കെ നടന്ന താജ് ഹോട്ടൽ, അതാണ് ഈ കാണുന്നത്. ഞാൻ ഉള്ളിലൊന്ന് കറങ്ങി കാണട്ടെ, ഞാൻ വീഡിയോ എടുക്കും, എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടിയാണ് ഗൈസ് പോകാൻ പോകുന്നത്. നോക്കൂ, ഓ മൈ ഗാഡ്, ഇവിടെ ചെറിയ ഫുഡ് സ്പോട്ടോ, ചെറിയ ഫുഡ് സെറ്റപ്പാണ്. എങ്ങനെയാണ് ഇവരിവിടെ ഇടയിൽ കൂടി ഞാൻ എങ്ങനെ പോകുന്നതാണ് ഇപ്പൊ ആലോചിക്കുന്നത്. സി, ഇതുവഴിയാണ് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുക. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇത് പാസ് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. ജസ്റ്റ് ടു എൻഷുർ നമ്മൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നവരല്ല എന്ന്. എന്നെ കണ്ടറിയാം ഞാൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കില്ല. സോ എന്തായാലും ഇവിടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടേ കയറ്റത്തുള്ളൂ. ഇവിടെ ഫുൾ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാരണം നമുക്ക് ഉള്ളിലേക്ക് ഇപ്പം നമുക്ക് എൻട്രി ഇല്ല, എൻട്രി ക്ലോസ്ഡ് ആണ്. മൊത്തത്തിൽ കണ്ടില്ലേ, ഇവിടെ മൊത്തം ഷീറ്റ് വെച്ച് ബ്ലാക്ക് നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇവർ, ക്രെയിനും കാര്യങ്ങളും എല്ലാം ആയിട്ട്. സാധാരണ മലയാളികളെ ഇപ്പം എവിടെ പോയാലും കാണാറില്ല. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി, ഇതുവരെ മലയാളികൾ ഒരാളെ പോലും കണ്ടിട്ടില്ല. സി, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നടന്ന് കാണാവുന്നതാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഇതിരെ പോവാവുന്നതാണ് ഉള്ളിൽ. പക്ഷെ ഇപ്പോ മൊത്തം കല്ലിൽ കൊത്തുപണി ചെയ്തേക്കുന്നതാണ്. ഇവിടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഗേറ്റ് ഓഫ് ഇന്ത്യയില്. മൊത്തം കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ എത്ര ആളാന്ന്, രക്ഷയില്ല. സി, താജ് ഹോട്ടൽ ഉണ്ടോ, ഇതാണ് താജ് ഹോട്ടൽ. ഓ മൈ ഗാഡ്, ഇത് ഇത്രയും വലുപ്പമുണ്ടെന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുക. ഞാനിപ്പോൾ ഉള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നേരെ മുന്നിലാണ്, എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഉള്ളത്. സി, ഇതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അഥവാ താജിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉള്ളത്. സി ഹൗ ബിഗ് ഇറ്റ് ഈസ്. ഓ മൈ ഗോഡ്, എനിക്ക് കുറേ കൊല്ലങ്ങളായി, എത്ര കൊല്ലമായിട്ടുള്ള, എത്ര ടൈം എടുത്തിട്ടുണ്ട് അത് പണിതാൻ പോലും. ഒരാളുടെ ആയുസ് എടുത്തിട്ടുണ്ടാവും, മിനിമം ഒരു 10-15 വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവും ഇത്രയും സാധനം ഉണ്ടാക്കിയെടുക്കാൻ. എനിക്ക് തോന്നുന്നു ഇത് നോർമൽ ഒരു സാധാരണ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറേ അല്ല. ടോട്ടലി ഇത്രയൊരു എന്താ പറയാ, ഒരു കൊട്ടാര സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അങ്ങനെ ചെയ്ത സാധനം.
ഇത് തന്നെയാണ് ഇതിനെ ഏറ്റവും മനോഹരമാക്കുന്നത് കേട്ടോ. സീരിയസ്ലി പൊളിയായിട്ടുണ്ട്. എന്താ ഫുള്ള് ക്രെയിനൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു എക്സാക്ട് ബ്യൂട്ടി എനിക്ക് നിങ്ങളിപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് മൊത്തത്തിൽ കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല എൻ്റെ വോയിസ് എത്രമാത്രം ക്ലിയർ ആണെന്ന്. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇവിടെ നല്ല നോയ്സ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഞാൻ പറഞ്ഞേ, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല ക്രൗഡാ. ഇത് വീക്കെൻഡ് ഒന്നും അല്ല, ഒരു ഫ്രൈഡേ ആണിത്. എന്നിട്ട് സി അപ്പോ താജ് ഹോട്ടൽ എന്ന അത്ഭുതം കണ്ടാലോ. ഇതാണ് താജ് ഹോട്ടൽ കണ്ടല്ലോ. കുറച്ചുകൂടെ ഞാൻ ഫ്രണ്ട് വ്യൂ അല്ല, ഞാൻ ബാക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പൊ എന്റെ ഫേസ് തന്നെ കാണിച്ച് നിങ്ങൾ എപ്പോഴും എന്നെ കാണുന്നില്ലേ, നിങ്ങൾക്ക് എന്നെ എപ്പോ വേണേലും കാണാമല്ലോ. ഇതാണ് താജ് ഹോട്ടൽ. ഇവിടെയാണ് താജ് ഹോട്ടലിന്റെ എൻട്രൻസ് വരുന്നത്. ഈ കാണുന്നത് മൊത്തം താജ് ഹോട്ടലാണ് ഗൈസ്. ഞാൻ കുറച്ചുകൂടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതെന്ത് ബിൽഡിംഗ് ആണ്? ഇത് താജ് ഹോട്ടലിന്റെ ബിൽഡിംഗ് ആണോ എനിക്ക് അറിയില്ല, മേ ബി ആയിരിക്കും. പക്ഷെ ഇതാണ് മെയിൻ ആയിട്ടുള്ള ബിൽഡിംഗ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇവിടെ നല്ല ക്രൗഡഡ് ആണ്. വീക്കെൻഡ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ അപ്പൊ തീർന്നേനെ. ഞാൻ ഇതിന്റെ ഇടയിൽ അങ്ങനെ വിട്ട് എന്നെ കാണാതെ പോയേനെ. പക്ഷെ ഇപ്പൊ വലിയ ക്രൗഡഡ് അല്ല, പക്ഷെ നടക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഉണ്ടോ, തൊട്ട് മുന്നിൽ തന്നെയാണ്. ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചീപ്പാണെന്നാണ് എന്നെ ഒരാള് പറഞ്ഞപ്പോ. നമ്മൾ കാണാത്ത വെള്ളം അല്ലാത്തത് കൊണ്ട് എനിക്ക് ബോട്ടിങ്ങിനോട് ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ബോട്ടിങ്ങിനോട് താല്പര്യമില്ല. ഞാൻ കുറച്ചുകൂടി ഇങ്ങനത്തെ പ്ലേസുകൾ നമുക്ക് മുംബൈയിൽ വരുമ്പോൾ കാണേണ്ട മെയിൻ സാധനങ്ങൾ കവർ ചെയ്യാൻ ഓർത്തു. സി, ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇവിടെ അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞായിട്ട് കാണുള്ളൂ, പക്ഷെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ യാട്ടും എല്ലാം ഉണ്ട്. ചെറിയ ബോട്ട് മാത്രമല്ല, സ്പീഡ് ബോട്ടുകളുണ്ട്. അല്ലാണ്ട് പിന്നെ എന്താ പറയാ, ഫെറി ബോട്ടുകളുണ്ട്. ഫെറി ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ഒരു 10-25 പേരെ കൊണ്ടുപോകുന്ന ടൈപ്പ് ബോട്ടുകളുണ്ട്. പിന്നെ ഈ ബിസിനസ് ടീംസ് ഒക്കെ വരുന്ന കണ്ടോ, പോയി കണ്ടട്ടെ, കുറെ കോട്ടൊക്കെ ഇട്ടമാര് നടപ്പുണ്ട്. അങ്ങനത്തെ ടീംസിനൊക്കെ പോകുന്ന ചെറിയ യാച്ച് എന്നല്ലേ പറയാ, യാട്ടോ അങ്ങനെയാണല്ലേ പറയാ, അങ്ങനത്തെ ഷിപ്പുകളും ഉണ്ട്. സ്മോൾ ഷിപ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് താജ് ഹോട്ടലിനെ പറ്റിയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇത് ഒരുപാടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 350-400 റൂംസ് ഉണ്ടാവും. എല്ലാം പ്രീമിയം ലെവലായിരിക്കും. 5 സ്റ്റാർ 7 സ്റ്റാർ ആണോ? ഐ തിങ്ക് ഇറ്റ്സ് 7 സ്റ്റാർ. എന്തായാലും ഇതാണ് ഏകദേശ ഒരു താജ് ഹോട്ടലിന്റെ രൂപം. ഇത് കുറെ ഉണ്ട് ഗൈസ്. ഇത് അങ്ങോട്ടും ഉണ്ട്, നോക്കൂ. ഇത് നടന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇതൊന്ന് വട്ടത്തിൽ ചുറ്റി കാണണമെങ്കിൽ നമുക്കൊരു ടാക്സി വിളിക്കേണ്ട അവസ്ഥയാ. ഇത് ഒരുപാടുണ്ട്. ഇതിങ്ങനെ ഒരു വലിയൊരു ബോക്സ് പോലെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും കേട്ടോ. ചിലപ്പോൾ 300 ആയിരിക്കില്ല, മേ ബി മോർ ദാൻ ദാറ്റ്. ഒരു കണക്കെനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിന്റെ ആ സൈഡിലേട്ടൊക്കെ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മൊത്തം പോലീസും ഉണ്ട്. എനിക്കറിയില്ല എന്താ ഇത്ര ചെക്കിങ് എന്ന്. പക്ഷെ ക്യാബ് ഡ്രൈവേഴ്സും എല്ലാം നല്ല തിരക്കാ. സി, എനിക്ക് തോന്നുന്നത് ഇത് പഴയ ഹോട്ടലാണ്. സ്റ്റിൽ ദേ ആർ മെയിൻറ്റെയിനിങ് പക്ക. ഇവിടെ ഏറ്റവും വെറുപ്പിരി നാറികള് വെറുതെ ഹോൺ അടിക്കും, വെറുപ്പിക്കുന്ന പോലെ. ഇത്രയും ഹോണാണ് കേരളത്തിൽ നിന്ന് അടിച്ച അപ്പടിയാ. ഇവന്മാര് വെറുതെ ഹോൺ അടിക്കും, വെറുതെ വണ്ടിയിൽ ബ്ലോക്കാന്ന് അറിയാം, എന്നാലും ഹോൺ അടിയാ. സി ഗൈസ്, ഞാൻ ടോപ്പിക്കിൽ നിന്ന് തെന്നി മറിയില്ലേ. ഓക്കെ, സോറി. സോ ഈ തെന്നിയുടെ കൊണ്ട് പോസ്റ്റ് വെച്ചത്. ഓക്കെ, സി, നേരിട്ടാണ് നല്ല ഭംഗിയാട്ടോ. ആരെങ്കിലും മുമ്പേ വരുവാണെങ്കിൽ താജ് ഹോട്ടലിലൂടെ കണ്ടിട്ട് വേണം പോവാൻ. സീരിയസ്ലി താജ് ഹോട്ടൽ മിസ്സാക്കണ്ട, നല്ലൊരു സാധനമാണ്. കാരണം മൊത്തത്തിൽ സ്റ്റോൺ വർക്ക് ആണ് കാണുന്നത്, കല്ലിൽ കൊത്തിയിട്ടുള്ള നല്ലൊരു പരിപാടി കാണുന്നുണ്ട്. സോ പ്ലീസ് ഡോണ്ട് മിസ് ദിസ്. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു താജ് ഹോട്ടൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യന്റെ ഒരു സൗന്ദര്യം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. സീരിയസ്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഞാനപ്പോ നമ്മുടെ താജ് ഹോട്ടലിൽ ഒരു വട്ടം ചുറ്റി കണ്ടതിന് ശേഷം എനിക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യൻ്റെ ഉള്ളിൽ ഒന്ന് കയറി അവിടുത്തെ പരിപാടികൾ എന്താണെന്ന് കാണുന്നുണ്ട്. സോ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്.
ഇത് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഞാൻ ഉള്ളതിന്റെ അതർ സൈഡാണ്. ഞാൻ ഇതിന്റെ അപ്പുറ സൈഡിൽ പോയാലും എനിക്ക് അതിന്റെ ഉള്ളിലായിട്ട് എൻട്രൻസ് ഉള്ളൂ. ഇവിടെ ഈ എൻട്രൻസ് കൂടുതലും ഇപ്പൊ ഞാൻ ഉള്ളിടത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ബോട്ടിംഗ് സർവീസും കാര്യങ്ങൾക്കുള്ള ഒരു എൻട്രൻസ് ആണ്. സോ എനിക്ക് ഇവിടെ നിന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല. സോ ഞാൻ എൻ്റെ അപ്പുറ സൈഡിലേക്ക് നടക്കുന്ന പ്രോബ്ലം ഇല്ല. ഇവിടെ നല്ല ചൂടാണ്. പണ്ടായിട്ട് ഞാൻ ഒരു ആവശ്യമില്ലാണ്ട് സ്വെറ്റ് ഷർട്ട് ആക്കിയിട്ട് വന്നേക്കും. നോക്കൂ, എന്തിന്റെ കേടായിരുന്നു എനിക്ക്. ഓക്കെ, ഞാൻ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാം കേട്ടോ. താജ് ഹോട്ടലിലെ അന്ന് സ്ഫോടനം നടന്ന ഏരിയ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്റെ ബാക്കിൽ കാണാം താജ് ഹോട്ടലിലെ അതായത് ആ ഏരിയയിലാണ് പണ്ട് സ്ഫോടനം നടന്ന് ഭയങ്കര ന്യൂസിലൊക്കെ എത്രയും ഇത് കിട്ടിയില്ലായിരുന്നു. തീവ്രവാദികളുടെ സ്ഫോടനം നടന്ന സ്പോട്ടാണിത്. എന്റെ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഇവിടെയായിട്ടാണ് എന്റെ സ്ഫോടനം നടന്നത് കാണിച്ചത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഏരിയയിലാണ് സ്ഫോടനം നടന്നത്. ഏരിയയിൽ ഞാനിപ്പോ 0.5 ഇട്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ ഏരിയയിലാണ് ബോംബ് സ്ഫോടനം പണ്ട് നടന്നത്, അന്ന് ടെററിസ്റ്റ് അറ്റാക്ക് നടന്നപ്പോൾ. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി, ഇപ്പൊ പ്രോബ്ലം ഒന്നും ഇല്ല. കുറച്ചുകൂടെ സെക്യൂരിറ്റി ടൈറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാട്ടോ, കാരണം പറയാൻ ഒന്നുമില്ല, നോ വേർഡ്സ്. അടിപൊളിയാ, ഒന്നും പറയാനില്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കൂടെ ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി മനോഹരമാവും. പിന്നെ ഇതാട്ടോ, നല്ല വ്യൂ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ സൈഡിലൊക്കെ ഉള്ള റൂമുകൾ കുറച്ചുകൂടെ പ്രീമിയം ലെവലുള്ള റൂമുകളായിരിക്കും. എല്ലാത്തിനും ബാൽക്കണി സെപ്പറേറ്റ്, അങ്ങനെ ബാൽക്കണി എല്ലാം ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ സൈഡിലുള്ള റൂമുകളൊക്കെ കുറച്ചുകൂടെ പ്രീമിയം ആയിരിക്കും, കാരണം ഇവരുടെ വ്യൂ അത്രയും അടിപൊളിയാണ്. സോ ഇവിടെയാണ് ബോട്ട് സർവീസ് ഉള്ളത്. കാണിച്ചു തരാം കണ്ടോ, ഇവിടെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളും ഉള്ളത്. ഹായ് ഹായ്, എന്നെ കാണുന്നുണ്ടോ ഗായ്സ്? ഞാൻ ഇവിടുത്തെ ഉണ്ട് ഗായ്സ്. നല്ല ചൂടാണ് സാർ, നല്ല ചൂടായോണ്ടാണ് എന്നെ കാണുന്നുണ്ട്. നോക്കൂ ഗായ്സ്, പണ്ട് രാജാക്കന്മാരൊക്കെ പൊക്കോണ്ടിരുന്ന ടൈപ്പ് വണ്ടി. ഇത് താജിന്റെ ആട്ടോ, താജ്മഹൽ പാലസിന്റെ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രീമിയം ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോഴായിരിക്കും ഇവരിങ്ങനത്തെ വണ്ടിയൊക്കെ കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു ആരെങ്കിലും മെയിൻ ആൾ വന്നിട്ടുണ്ടാവും. ഞാൻ വന്ന് പറഞ്ഞിട്ട് വല്ലതും വന്നാണെന്തോ, അതിനും സാധ്യത ഇല്ലാണ്ടില്ല അല്ലേ. ഇത് താജ് ഹോട്ടലിന്റെ റൈറ്റ് സൈഡാണ്. ഞാൻ ചത്തേനെ. ഇപ്പം അത്യാവശ്യം നല്ല ക്രൗഡാണ് കണ്ടില്ലേ. ഇത് ഇപ്പൊ സൈഡാണ്. ഇതിന്റെയൊക്കെ ബാക്ക് സൈഡിലൊക്കെ ഓപ്പൺ ഉണ്ട് മൊത്തം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് മറ്റേ റോൾസ് റോയ്സിന്റെ ഒക്കെ ടാക്സി കാണുന്നത്. BMW ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ടാക്സികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ദൂരം ടാക്സികൾ. എനിക്ക് തോന്നുന്നു ഇവിടെ ഗസ്റ്റുകൾ വരുമ്പം അവർക്ക് ട്രാവൽ ചെയ്യുന്ന ടാക്സികളായിരിക്കും ഇവിടെ കൂടുതൽ. ഞാൻ ഗേറ്റ് ഓഫ് ഇന്ത്യ ഒക്കെ ഇറങ്ങി, അവിടുന്ന് ഇറങ്ങി നല്ല ബ്ലോക്കാണ്. ഈ സൈഡ് കുഴപ്പമില്ല, പക്ഷെ അപ്പുറ സൈഡ് എനിക്കിതിൻ്റെ അപ്പുറം ചെന്നിട്ട് വേണം. ഒരു മ്യൂസിയം ഉണ്ട് അവിടെ, ഒരു ഛത്രപതി ശിവാജി, എന്ത് പേരത്, എന്തൊരു വായിക്കുള്ളൊരു പേരുള്ളൊരു മ്യൂസിയം. എന്നാ പോയി കണ്ടേക്കാൻ നോക്കി. എനിക്കിഷ്ടമുണ്ടായിട്ടില്ല, എൻ്റെ ഓഡിയൻസിന് കാണണ്ടേ, അതുകൊണ്ട് മാത്രം ഞാൻ ആ മ്യൂസിയത്തിലേക്ക് പോണത്. ഓക്കെ, എന്തായാലും ഞാൻ മ്യൂസിയത്തിൽ കയറിയിട്ട് സംഭവത്തിൽ സെറ്റപ്പ് നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു. ഐ എം നോട്ട് ഷുവർ മറ്റേ ഫോണൊക്കെ അലൗഡ് ആണോ അതോ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ ഫോൺ അലൗഡ് ആണോ എന്ന്. ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എന്നെ കാണുന്നതിന് നല്ലത് ബീച്ച് കാണുന്നതിന് നല്ലതെന്ന് തോന്നി. എന്തിനാ വെറുതെ അല്ലേ, നിങ്ങൾ എന്നെ എപ്പോഴും കാണുന്നതല്ലേ. ഞാൻ നേരത്തെ എൻ്റെ ഏതൊരു വീഡിയോയിൽ ഇതേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കുക ഗൈസ്, ക്ഷമിക്കൂ. അമ്മേ. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് മുംബൈ മറൈൻ ഡ്രൈവ് ബീച്ചിലാണുള്ളത്. ബീച്ചല്ല, ഇവിടെയുള്ള ഒരു ടൗൺ. എനിക്ക് തോന്നുന്നത് മുംബൈയുടെ ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. കാണിച്ചു തരാം, സാധനം കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം ഇങ്ങനെ ഫുള്ള് ഈ ബീച്ചിന് ചുറ്റും മൊത്തത്തിൽ ഇതിന് ചുറ്റും ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ബാക്ക് വ്യൂയോടെ കാണിച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാകണം. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് മറൈൻ ഡ്രൈവിന്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇത് ശരിക്കും അങ്ങ് വരെ ഉണ്ട് കേട്ടോ, ഇതിന് നല്ല ദൂരമുണ്ട്. ഇത് നടക്കാനാണ് ഞാൻ അങ്ങനെ നടന്ന് വരുന്നതാണ്. ആക്ച്വലി എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ആ സെറ്റപ്പിൽ ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ചാർജ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി എനിക്ക് എടുക്കേണ്ടി വന്നത്. അപ്പോൾ അവിടെ തൊട്ട് ഇവിടെ വരെ നടന്നതിൻ്റെ വീഡിയോ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് വ്യൂ. അടുത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സിറ്റിയിലേക്ക് വരുവാണ്. എല്ലാം ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഫുൾ ബിൽഡിംഗ് ആണ്, ഫ്ലാറ്റും ഓഫീസുകളും എല്ലാം ആയിട്ടുള്ള ഒരു ഹൃദയഭാഗം തന്നെയാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. കുറേ കാണാനുണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാർ ഓഫീസ് ടൈം കഴിഞ്ഞും എല്ലാം അവരുടെ ഫ്രീ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും കപ്പിൾസും എല്ലാം ആയിട്ട് വന്നിരിക്കുന്ന സമയം കണ്ടെത്തുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്ന മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. റീൽസ് ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, ഫോട്ടോസ് എടുക്കാൻ വന്നവരുണ്ട്. പിന്നെ എന്നെപ്പോലെ വ്ളോഗേഴ്സ് ഉണ്ട്. കേരളത്തിൽ നിന്ന് ഒരു വ്ളോഗർ ഇവിടെ വന്നിട്ട് മറൈൻ ഡ്രൈവ് ഒക്കെ കുറച്ച് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തില്ലല്ലോ എങ്ങനെ കാര്യങ്ങൾ ശരിയാവാ അല്ലേ ഗൈസ്? പറയൂ, കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എൻ്റെ വ്ളോഗിങ് വെറുക്കുന്നുണ്ടോ ഗൈസ്? പറയൂ ഗൈസ്. വെറുക്കുന്നുണ്ടെങ്കിൽ പറയൂ, തുറന്ന് പറയൂ സാർ. എന്നിട്ട് വേണം എനിക്ക് വീണ്ടും വെറുപ്പിക്കണോ അതോ നിർത്തിയിട്ട് പോകണോ എന്ന് പറയാം. നിർത്തിയിട്ട് പോകണമെന്ന് മാത്രം പറയരുത് ഗൈസ്. ജീവിക്കാൻ വേറെ വഴിയില്ലാതിട്ടാ ഗൈസ്. രക്ഷപ്പെടുത്തു ഗൈസ് നിങ്ങൾ എന്നെ പ്രത്യേകിച്ച്. ഓക്കെ, സോ ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ വ്യൂ കണ്ടാൽ മനസ്സിലാവും. ഇത് ഫുള്ള് ബീച്ചാട്ടോ. ഇവിടെ മാത്രമേ സ്റ്റോണൊക്കെ മറ്റേ കല്ലുകൾ കൊണ്ടിട്ടിട്ട് തിരമാല അടിക്കാനുള്ള കല്ലുകൾ കൊണ്ടിട്ടിട്ട് ഇത് അങ്ങ് വരെ ഇതുണ്ട് കേട്ടോ. ഇത് അങ്ങ് വരെ ഈ സ്റ്റോണ് ഇങ്ങനത്തെ കല്ലേ തിരമാല അടിച്ച് കയറാതിരിക്കാനുള്ള കല്ലുകൾ ഇങ്ങനെ അങ്ങ് വരെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഫില്ല് ചെയ്തേക്കും ഇത്. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ തിരമാലേന്റെ ഫോഴ്സ് കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല ആളാവുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പം ആ സൈഡ് നടന്നു തുടങ്ങിയപ്പം ഇത്രയും ക്രൗഡഡ് ആയിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് സ്ട്രെയിറ്റ് നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും. ഈ അങ്ങ് കുനുകുനാന്ന് കാണുന്നത് മൊത്തം കടലിലേക്ക് നോക്കി തീരെ ഇല്ലല്ലോ. ഉമ്മരുവിന് എന്നെ എണ്ണണേ പറഞ്ഞ പോലെ ശരിയാണല്ലോ. ഈ കടലിലെ തിരയില്ല ഗൈസ്. കടലല്ലേ, കടൽ തന്നെയാണല്ലോ. മറൈൻ ഡ്രൈവ് ബീച്ചല്ലേ ഇത്? അതേലോ. ആ, തിരയില്ലാത്ത ബീച്ചാണ് സാർ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തിരയില്ലാത്ത ബീച്ച് ഇതാനാണ് എന്റെ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം നോട്ട് ഷുവർ, ബട്ട് തിര വരുന്നില്ല. ഒരു ഓളങ്ങൾ തല്ലുന്നുണ്ട് ഇവിടെ. കണ്ടോ, ഓളങ്ങൾ തല്ലുന്നത് കാണാൻ വരുന്നുണ്ട്. അതുണ്ട്, പക്ഷെ തീരെയില്ല. ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. മറ്റേ ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരാൾക്ക് മാത്രം സിംഗിൾ ഡ്രൈവ് ചെയ്യുന്ന ടൈപ്പ് ചെറിയ ബോട്ടില്ലേ, അങ്ങനത്തെ ബോട്ടുകളിലൊക്കെ കുറച്ച് ദൂരെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് എൻ്റെ ഒരു കുത്തുപോലെ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രമാത്രം കറക്റ്റായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോറയുടെ പ്രയാണം പോലെ. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഈ സെൻറ്ററിൽ കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, മേല് വേദനിക്കുന്നു, എല്ലാം ഉണ്ട്. ബട്ട് ഇനി ആക്ച്വലി ഞാൻ മുംബൈക്ക് ഒന്നുകൂടെ വരുന്നുണ്ട്. ഒരു 2 weeks കഴിഞ്ഞിട്ടായിരിക്കും. എനിക്കൊരു പരിപാടിയും കൂടെ ഉണ്ട് ഇവിടെ. സോ വരും. പക്ഷെ എനിക്ക് അന്ന് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഒരു വീക്കെൻഡ് കൂടെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ ഒരു 4 days ആണോ, വ്യാഴം വെള്ളി ശനി 4 days, അതായത് വ്യാഴം നൈറ്റ്, വെള്ളി നൈറ്റ്, ശനി നൈറ്റ്, ശനി 3 നൈറ്റ് കിട്ടി. 3 നൈറ്റും 4 ഡേയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മാക്സിമം കുറേ ഇടത്തൊക്കെ പോയി. ഇന്നലെയൊക്കെ കാണാവുന്ന കുറേ സാധനങ്ങൾ കണ്ടു. പിന്നെ എൻ്റെ ഭാര്യ നിർബന്ധം കാരണമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പൊതുവെ ഞാനാണ് അവളുടെ കണ്ടന്റ്. ഇന്ന് അവളുടെ ഇല്ലാത്ത പക്ഷം എനിക്ക് തന്നെ സ്വന്തം ചെയ്യേണ്ടി വന്നു. സോ എടുക്കുകയാണ് ഗൈസ്. നിങ്ങൾ എന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഗൈസ്, പ്ലീസ് ഗൈസ്. എന്ത് വേണേലും ചെയ്യാം ഗൈസ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഫസ്റ്റ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യാം ഗൈസ്. അപ്പോൾ ആ വരുമാനം കിട്ടാൻ നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. നിങ്ങൾ എങ്ങനെയും വൈറലാക്കണം, എയർ കയറ്റണം. എയർ കയറ്റാൻ ഉദ്ദേശിച്ചത് മറ്റേ ഇപ്പോഴത്തെ ഒരു പെങ്കൊച്ച് ബസ്സിലിരുന്ന് അവളെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല. എൻ്റെ കഴിവ് കണ്ട്, എൻ്റെ ഇത് കണ്ട്, അത് കണ്ട്. ഓക്കെ.
സോ ഗൈസ്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കോസ്റ്റൽ റോഡ് എന്ന് പറഞ്ഞൊരു മുംബൈയില് ക്രിയേറ്റ് ചെയ്ത പുതിയ റോഡാണ് ഇത്. ഫുള്ള് മറൈൻ ഡ്രൈവ് ടു മറൈൻ ഡ്രൈവ് തൊട്ട് ബാന്ദ്ര വരെ ഒരു തുരങ്കം നിർമ്മിച്ചിരിക്കുകയാണ്. അത് അങ്ങ് വരെ. ഇതിന്റെ അപ്പുറ സൈഡില് ഇതിന്റെ മേലെ മൗണ്ടെയിൻ ആണ്, അതായത് മലയ്ക്ക് ഉള്ളിൽ കൂടെ നമ്മുടെ വയനാട് ചുരം പ്ലാൻ ചെയ്തിട്ടില്ലേ, അതുപോലൊരു സംഭവമാണ്. കിത്ര കിലോമീറ്റർ ये ओनली 4 किलोमीटर है, उसके आगे फिर रोड है, फिर वो 4 किलोमीटर ये होल है इस तरह है ना. 4 കിലോമീറ്ററോളം ഈ തുരങ്കപാതയുണ്ട്. അതായത് മറൈൻ ഡ്രൈവ് തൊട്ട് നമ്മുടെ ബാന്ദ്ര വരെ ഇങ്ങനെ തന്നെയാണ്. ബാന്ദ്രന്റെ വെസ്റ്റ് ബാന്ദ്ര ഈസ്റ്റ് ബാന്ദ്ര കോസ്റ്റൽ റോഡ്. ഓക്കെ, കോസ്റ്റൽ റോഡ് ആണിത്. അവിടെ വരെ ഇങ്ങനെ തുരങ്കപാതയാണ്. ഓ, इसका ऑपोजिट क्या हुआ? ഇത് വൺ വേ है ना? हाँ, इसके बाजू में भी एक सही है, वो आने वाला है जाने वाला. ഓ, इस तरह है. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ്, ഇതിന്റെ ഈ സൈഡ് വൺ വേ അങ്ങോട്ടും, അതുപോലെ അപ്പർ സൈഡ് ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റോഡുണ്ട്. ഇത് കോസ്റ്റൽ റോഡിന്റെ റോഡാണ്. സോ 4 കിലോമീറ്ററിന് മേലെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. इतना ब्रिज है यहाँ. ये ब्रिज कहाँ से चाहिए? ये ब्रिज ये है 16 के 18 किलोमीटर. हाँ, यहाँ तक. ये बाजू में हजेली है, लेफ्ट साइड ये पूरा से था. ये वो क्या है? चर्च नहीं, ये मॉस्क है आपकी? हजेली है ना, ये हजेली दरगाह. हाँ, पूरा पैक किया. लाइटिंग चल रहा है ना. हाँ, व्हाइट वाला. ഹായ് ഗൈസ്, സോ ഞാനിപ്പോൾ എയർപോർട്ടിലോട്ടിലോട്ട് പോവാണ്. ബിക്കോസ് ഞാൻ അവിടെയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഞാനിപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഒരു തുരങ്കപാതയിലൂടെ എറൗണ്ട് ഒരു 4 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് കോസ്റ്റൽ റോഡാണ്. മറൈൻ ഡ്രൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റേഴ്സോളം ഒരു നമ്മുടെ തുരങ്കപാതയാണ്. രണ്ട് സൈഡ് ഒരു വൺ വേയും തുരങ്കാണ് അപ്പുറ സൈഡ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറൈൻ ഡ്രൈവ് ബാന്ദ്രയിൽ നിന്ന് ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്നത് എന്റെ ക്യാബ് ഡ്രൈവറാണ്. ഹായ് ഹായ് ബ്രോ, आपका नाम? अख्तर हुसैन. नाइस टू मीट यू. आई एम फ्रॉम केरला. ओके. वो मुंबई विजिट करने के लिए आया. विजिट